ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ട ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അപ്പോൾ ഈ ആക്രമണങ്ങളെയൊക്കെ ഭഗവാന്റെ ഐശ്വര്യം കൊണ്ടും പ്രതാപം കൊണ്ടും എങ്ങനെയാണ് ചെറുത്തതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേറ്റവും പ്രമുഖമായ ഒരു ആക്രമണം എന്ന് പറഞ്ഞാൽ ഹൈദരാലിയുടെയും അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താൻ്റെ ആക്രമണങ്ങളാണ്. ഹൈദരാലി ഈ ഗുരുവായൂരെയും കോഴിക്കോടിനെയൊക്കെ ആക്രമിച്ച് കീഴടക്കി അതിനുശേഷം ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഭരണാധികാരിയായ സാമൂതിരിയോട് 10,000 പണം കപ്പമായിട്ട് നൽകണമെന്ന് പറയുന്നു. സാമൂതിരി അത് നൽകാൻ തയ്യാറാവുകയും ക്ഷേത്രത്തെ വിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ടിപ്പു സുൽത്താൻ്റെ കാലമായ ശേഷം അദ്ദേഹം വീണ്ടും ക്ഷേത്രത്തിനെ ആക്രമിക്കാൻ തയ്യാറാവുന്നു. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സാമൂതിരിയുടെ നേതൃത്വത്തിലുള്ള കുറേ ബ്രാഹ്മണന്മാരെല്ലാടെ കൂടിയിട്ട് ഈ ഭഗവാന്റെ വിഗ്രഹവും അതായത് മൂർത്തി വിഗ്രഹവും ഉത്സവ പ്രതിഷ്ഠയും എല്ലാം കൂടെ കൂടിയിട്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഭഗവാന് വേണ്ട പൂജയും വഴിപാടുകളും എല്ലാം നടത്തുകയും അവിടെ ഒരു നട ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം 1792 ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാരും സാമൂതിരിയും ചേർന്ന് വധിച്ചതിന് ശേഷമാണ് തിരിച്ച് ഗുരുവായൂർ കൊണ്ടുവന്ന് ഭഗവാനെ